My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK ഹെൽത്ത് കെയർ സെക്ടറിലെ ബിസിനസ് അവസരങ്ങൾ UK-യിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന NHS-ന്റെ പ്രൈവറ്റൈസേഷൻ്റെ പാർട്ടായിട്ട് UK-യിൽ സ്വന്തമായിട്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ ബിസിനസ് ചെയ്യുവാൻ പല അവസരങ്ങളുമുണ്ട്. നഴ്സിംഗ് ഹോം തൊട്ട് ഡെൻ്റൽ സർജറി വരെയും നിങ്ങൾക്ക് ഇന്ന് UK-യിൽ തുടങ്ങാം. NHS ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. NHS-ന്റെ ഷോർട്ടേജ് ലഘൂകരിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള സ്റ്റാർട്ടപ്പുകൾ ഇന്നുണ്ട്. മലയാളികൾ പലരും ഈ ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള ബിസിനസ്സിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസും പ്രത്യേകിച്ച് മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരും ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഡോക്ടറായിട്ടും നഴ്സായിട്ടും മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫായിട്ടും റേഡിയോളജിസ്റ്റായിട്ടും ഫിസിയോ ആയിട്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി വലിയ കാര്യമാണ്. ഇതുവഴി ധാരാളം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് UK-യിൽ തുടങ്ങുന്നത്. AI-യുടെ സഹായത്താൽ, പ്രത്യേകിച്ച് പുതിയ ടെക്നോളജിയുടെ സഹായത്താൽ ധാരാളം ഗവൺമെൻറ് ഗ്രാൻഡ് വരെയും ഇന്ന് ഈ ബിസിനസ്സിന് കിട്ടുന്നുണ്ട്. ടെക്നോളജിയുടെ സഹായത്താൽ ഇൻവെസ്റ്റേഴ്സിനെ UK-യിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഈ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്. ഈ ബിസിനസ്സിൻ്റെ അവസരം കണക്കിലെടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെയും UK ഹെൽത്ത് കെയർ സ്റ്റാർട്ടപ്പിന് വേണ്ടി പണം മുടക്കുന്നു. തീർച്ചയായിട്ടും മലയാളികൾക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവഴി നഴ്സിംഗ് ഹോം, ഓൾഡ് ഏജ് ഹോം, മെൻ്റൽ ഹെൽത്ത് ഹോം, അഡൽട്ട് ഹോം, അങ്ങനെ പല രീതിയിലുള്ള സംരംഭങ്ങളും ഇന്ന് മലയാളികൾക്കുണ്ട്. ഇതുകൂടാതെ തന്നെ GP സർജറി, ഡെൻ്റൽ സർജറി, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫിസിയോ കൺസൾട്ടിംഗ് സർവീസ്, റേഡിയോളജി, ഇതെല്ലാം ഇന്ന് മലയാളികൾക്ക് NHS-ഉമായിട്ട് സഹകരിച്ച് പ്രൈവറ്റ് മേഖലയിൽ തുടങ്ങുന്നുണ്ട്. ഇത് വലിയൊരു അവസരമാണ്. പ്രത്യേകിച്ച് മലയാളികൾ കൂടുതലും ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനുവേണ്ടി UK-യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും വാങ്ങിച്ചുകൊണ്ട് നല്ല രീതിയിൽ ടെക്നോളജിയുടെ ബേസിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിൽ നിങ്ങൾ UK-യിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫണ്ടിങ് സപ്പോർട്ടും മറ്റ് ഗ്രാൻറ്റും കിട്ടുന്നതാണ്. ഇതുവഴി UK-യിൽ ഓൾഡ് ഏജ് ഹോം, മെൻ്റൽ ഹെൽത്ത് ഹോം, ഡിസബിലിറ്റി ഹോം, ചിൽഡ്രൻ ഹോം, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതായി കാണുന്നു. ഇതുകൂടാതെ തന്നെ ഈ ബിസിനസ്സിനെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ലിവിങ് സർവീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സാധാരണ രീതിയിൽ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബിസിനസ്സിൽ അതിലൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് എപ്പോഴും ഈ ബിസിനസ് ഐഡിയ വളരെയധികം നല്ലതാണ്. ഇതോടൊപ്പം തന്നെ GP സർജറി, ഡെൻ്റൽ സർജറി, റേഡിയോളജി ആൻഡ് CT സ്കാന്, ഫിസിയോ സ്റ്റാർട്ടപ്പ്, നഴ്സിംഗ് ഏജൻസി, നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്നീ പല മേഖലകളിൽ നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് UK-യിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാം. UK-യിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് അവസരം കൊടുക്കുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബിസിനസ്സാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് ധാരാളം പേരാണ് ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.